ഹലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഷോർട്സ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എങ്ങനെ എടുക്കണം എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായില്ലേനു. ഞാനൊരു റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് കൊച്ചി വരെ പോയിരുന്നു. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആൾ മഹാരാജാസിൽ പഠിക്കാൻ കേട്ടോ. അവളടുത്ത് നിന്നിട്ട് നെക്സ്റ്റ് ഡേ ആയിരുന്നു ഞാൻ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് പോയിരുന്നത്. എറണാകുളം സൗത്തിലായിരുന്നു അവളുടെ റൂം. അതുകൊണ്ട് തന്നെ അവിടുന്ന് രാവിലെ മെട്രോ കയറി പിന്നെ ഓട്ടോ എടുത്തിട്ടാണ് ഞാൻ സ്റ്റുഡിയോയിലോട്ട് പോയിരുന്നത്. ഇതുപോലെ ഷോർട്സ് വീഡിയോ എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എടുക്കേണ്ടത്, എന്താ എടുക്കേണ്ടത് എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാട്ടിക്കൂട്ടുന്ന കേട്ടോ ഈ കാണുന്നതൊക്കെ. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിലെത്തി. അവിടെ ചെന്ന് കയറി നോക്കിയപ്പം നമ്മളെ കമ്പോസറും സൗണ്ട് എഞ്ചിനീയറും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ വരാൻ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്പോസർ എത്തിയിട്ടോ. അപ്പോൾ നമ്മളവിടെ ഇരുന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇറങ്ങി 1-2 സോങ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് കണ്ടു. ഇത് നിങ്ങൾക്കും കാണാം കേട്ടോ. യൂട്യൂബിലെ ഗാലറി വിഷൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ മതി. പിന്നെ സൗണ്ട് എഞ്ചിനീയർ എത്തിയ സമയത്ത് നമ്മൾ ഇന്ന് പാടാനുള്ള പാട്ടുകളൊക്കെ ഒന്ന് കേട്ടു, ലിറിക്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു, എന്നിട്ട് പാടാൻ വേണ്ടിയിട്ട് കയറി. 4 പാട്ടുകളോളം നമുക്ക് റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നു. 2 ഉറുദു സോങ്ങും അതിൻ്റെ മലയാളം വേർഷനായിരുന്നു റെക്കോർഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോ പാട്ടുകളായിട്ട് നമ്മൾ പാടി തുടങ്ങി. നമ്മൾ റെക്കോർഡിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഉച്ച സമയമായി. അപ്പോൾ നമ്മളൊരു ലഞ്ച് ബ്രേക്ക് എടുത്തു. ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഊണ് കടയിൽ കയറി സാധാ ലഞ്ച് കഴിച്ചു. കൊച്ചി പോകുന്ന സമയത്ത് എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് സീ ഫുഡാണ്. അപ്പം സാധാ മീൽസിൻ്റെ കൂടെ ഞാനൊരു കക്ക ഫ്രൈയും കൂടെ പറഞ്ഞു. എനിക്ക് ഈ കക്ക, കല്ലുമ്മക്കായ, കൂന്തൽ ഇതുപോലത്തെ സീ ഫുഡ് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൊച്ചിയിലാവുന്ന സമയത്ത് എല്ലായിടത്തുനിന്നും നല്ല ഫ്രഷായിട്ട് സീ ഫുഡ് ഐറ്റംസൊക്കെ കിട്ടാറുമുണ്ട്. അങ്ങനെ ചോറും സാമ്പാറും കക്ക ഫ്രൈയും ഒക്കെ കഴിച്ചിട്ട് വീണ്ടും സ്റ്റുഡിയോയിലോട്ട് പോയി. ആകെ ഒരു സോങ് മാത്രമേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 3 സോങ്ങും പെട്ടെന്ന് തന്നെ പാടിപ്പോയി. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സോങ്ങും പാടിക്കഴിഞ്ഞു. പാടി ആകെ ഒരു വഴിക്കായി. അതുകൊണ്ട് തന്നെ ഒരു ടീ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത് തന്നെ ചായപ്പീടിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. ഈവനിങ് ഒക്കെ നല്ല വൈബിലിരുന്ന് ചായയൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടായിരുന്നു അത്. അവിടെ നിന്നൊരു ചൂട് ബൂസ്റ്റും ഒരു ഷവർമ റോളും ഒക്കെ വാങ്ങിയിട്ട് കഴിച്ചു കേട്ടോ. പാടി ക്ഷീണിച്ചുകൊണ്ട് ആ എനർജി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ബൂസ്റ്റ് മസ്റ്റാണ്. അതിനുശേഷം ബാക്കി ക്ലിയർ ചെയ്യാനുള്ള പോർഷൻസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ നാട്ടിലേക്ക് പോയി. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.